everyone, welcome to Exam by Learning. അപ്പോൾ നമ്മുടെ SSLC എക്സാമിലെ ലാംഗ്വേജസ് ഒക്കെ തീർന്ന് ഇനി നമ്മൾ സബ്ജക്റ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ കുറേ ദിവസം നമുക്ക് ലീവുള്ള ഓൾമോസ്റ്റ് 4 days ലീവ് ഉള്ളത് ഏതാണ്? സോഷ്യൽ സയൻസിനാണ്. അപ്പോൾ സോഷ്യൽ സയൻസ് പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇത്രയും ചാപ്റ്റർ പഠിക്കാനുണ്ട്, ഇതൊക്കെ ഞങ്ങൾ പഠിക്കണോ? അല്ലെങ്കിൽ ഈ ചാപ്റ്ററിന് എത്രയാണ്, ഓരോ ചാപ്റ്ററിനും എത്ര മാർക്കാണ് വെയിറ്റേജ് ഉള്ളത്, അപ്പോൾ ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ? ഏതെങ്കിലും ചാപ്റ്റർ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, ഞങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ, ബട്ട് സ്റ്റിൽ നമുക്ക് എന്ത് വേണം, ഞങ്ങൾക്ക് ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് വേണം എന്ന് വിചാരിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള ഓരോ ചാപ്റ്ററിൻ്റെയും, സോഷ്യൽ സയൻസിലെ ഓരോ ചാപ്റ്ററിൻ്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഓരോ ചാപ്റ്ററിനും എത്ര മാർക്ക് ഉണ്ട് എന്നറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതെങ്കിലും ചാപ്റ്ററിന് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവസാനത്തിലോട്ട് മാറ്റി വെക്കാം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമനിസം എന്ന് പറയുന്ന ചാപ്റ്റർ, മാനവികത എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിന് എത്ര മാർക്ക് കൊടുത്തിട്ടുണ്ട്? 6 മാർക്ക് ആ ചാപ്റ്ററിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്റർ, അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ചാപ്റ്ററിന് 4 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇനി സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സാമൂഹിക വിശകലനം സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ എന്ന് പറയുന്ന ചാപ്റ്ററിന് വെറും 2 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. വെൽത്ത് ആൻഡ് ദ വേൾഡ്, സമ്പത്തും ലോകവും എന്ന് പറയുന്ന ചാപ്റ്ററിന് 5 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഡെമോക്രസി, പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ എന്ന് പറയുന്ന ചാപ്റ്ററിന് 4 മാർക്കാണ് വെയിറ്റേജ് ഉള്ളത്. മാസ് മൂവ്മെന്റ് ഫോർ ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിന് 6 മാർക്കാണ് വെയിറ്റേജ് ഉള്ളത്. ദ ഗ്ലിംസസ് ഓഫ് ഫ്രീ ഇന്ത്യ, സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന് പറയുന്ന ചാപ്റ്ററിന് 4 മാർക്കാണ് വെയിറ്റേജ്. ഡെമോക്രസി ആൻഡ് ഇന്ത്യൻ എക്സ്പീരിയൻസ്, ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന് പറയുന്ന ചാപ്റ്ററിന് 6 മാർക്കാണ് വെയിറ്റേജ്. ഇനി നമ്മുടെ ഹിസ്റ്ററിയിലെ അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നോ ദ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം, ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ അറിയാം എന്ന് പറയുന്ന ചാപ്റ്ററിന് 3 മാർക്കാണ് വെയിറ്റേജ് വന്നിട്ടുള്ളത്. അപ്പോൾ മക്കളെ, ഈ വെയിറ്റേജ് നോക്കുന്ന സമയത്തല്ലേ 6 മാർക്കിൻ്റെ ചാപ്റ്റേഴ്സ്, എത്ര ചാപ്റ്റർ ഉണ്ട്? 3 ചാപ്റ്റർ ഉണ്ട്. ഏതൊക്കെയാണ്? നമ്മുടെ 1ാമത്തെ ചാപ്റ്റർ, 6ാമത്തെ ചാപ്റ്റർ, അതുപോലെ തന്നെ 8ാമത്തെ ചാപ്റ്റർ. ഈ 3 ചാപ്റ്ററും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിട്ടേ പോവാൻ പറ്റൂ. അത് കഴിഞ്ഞ് 5 മാർക്കിൻ്റെ ഒരു ചാപ്റ്റർ ഉണ്ടല്ലേ, 4ാമത്തെ ചാപ്റ്റർ വെൽത്ത് ആൻഡ് ദ വേൾഡ്, സമ്പത്തും ലോകവും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിന് 5 മാർക്ക് ഉണ്ട്. അതും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. ഇനി വീണ്ടും 4 മാർക്കിൻ്റെ 3 ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ, 1, 2, 3. യെസ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഡെമോക്രസി, അതുപോലെ ദ ഗ്ലിംസസ് ഓഫ് ഫ്രീ ഇന്ത്യ എന്ന് പറയുന്ന 3 ചാപ്റ്ററിന് 4 മാർക്കും, പിന്നെ ഒരു ചാപ്റ്ററിന് 3 മാർക്കും ഒരു ചാപ്റ്ററിന് 2 മാർക്കുമാണ് വെയിറ്റേജ് ഉള്ളത് ഹിസ്റ്ററിയുടെ കേസ് നോക്കുകയാണെങ്കിൽ. അപ്പോൾ മക്കൾക്ക് വേണമെങ്കിൽ, ഞാൻ ഇങ്ങനെ ചെയ്യണം എന്നല്ല പറയുന്നത്, വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ കുട്ടികൾക്ക് ഹ്യൂമനിസം ഒരുപാട് പഠിക്കാനുള്ള ചാപ്റ്ററാണ്, അപ്പം നിങ്ങൾക്കത് ടഫാണ്, മിസ് എന്നെ കൊണ്ട് അത് പഠിച്ചിട്ടാവില്ല, എനിക്കത് സ്കിപ്പ് ചെയ്യണം എന്നാണെങ്കിൽ യു ക്യാൻ സ്കിപ്പ്. പക്ഷേ മക്കളെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് എത്ര മാർക്കിന് എക്സാം വരുന്നത്? എക്സാം വരുന്നത് 80 മാർക്കിനാണ് അല്ലേ. അതിൽ നിങ്ങൾ 6 മാർക്കിൻ്റെ ഒരു ചാപ്റ്റർ അങ്ങ് ഫുള്ള് സ്കിപ്പ് ചെയ്താൽ ബാക്കി എത്ര മാർക്ക് ഉണ്ട്? 74 മാർക്ക് ഉണ്ട്. ഇത് ഹിസ്റ്ററിയാണ്. ഇനി നമുക്ക് ഇതുപോലെ എന്തുകൂടെ ഉണ്ട്, നമുക്ക് ജോഗ്രഫി കൂടെ ഉണ്ട്. അപ്പോൾ മക്കൾ ബാക്കി പഠിക്കുന്ന എല്ലാ ചാപ്റ്ററൊന്നും വൃത്തിക്ക്, നമുക്ക് A+ കിട്ടണമെങ്കിൽ ഔട്ട് ഓഫ് 80 വി നീഡ് ടു ഗെറ്റ് 72 മാർക്സ്. അതെന്തുകൊണ്ടാണ്? C മാർക്ക് നമുക്ക് ഫുൾ മാർക്ക് 20 മാർക്സ് കിട്ടും എന്നുള്ള ഒരു ഫെയ്ത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, ആ ഒരു ഹോപ്പിലാണ് നിൽക്കുന്നത്. ആ C മാർക്ക് നിങ്ങൾക്ക് 20 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം? 72 മാർക്ക് നിങ്ങൾ എക്സാം എഴുതിയിട്ട് കിട്ടണം. അപ്പോൾ അതിൽ ഓൾറെഡി 6 മാർക്ക് സ്കിപ്പ് ചെയ്താൽ പിന്നെ 74 മാർക്ക് കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് ജോഗ്രഫിന് ഇഫ് യു വാണ്ട് ടു സ്കിപ്പ്, നിങ്ങൾക്ക് എന്തേ ചെയ്യാൻ പറ്റൂ, ഒരു 2 മാർക്കേ സ്കിപ്പ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ വലിയ ചാപ്റ്റേഴ്സ് നിങ്ങളെ കൊണ്ട് എത്ര പഠിച്ചാലും ആവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണേൽ സ്കിപ്പ് ചെയ്തോ. പക്ഷേ നിങ്ങൾ എന്താണ്, യു ആർ ടേക്കിംഗ് എ റിസ്ക് എന്നുള്ളതാണ്. ഇനി അല്ല, പകരം എന്ത് ചെയ്യാം, ഈ 2 മാർക്കിൻ്റെ ചാപ്റ്ററും അതുപോലെ തന്നെ 3 മാർക്കിൻ്റെ ചാപ്റ്ററും, അതായത് സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, നോ ദ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം, അല്ലെങ്കിൽ സാമൂഹിക വിശകലനം സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ അറിയാം എന്നുള്ള 2 ചാപ്റ്റർ നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ സ്കിപ്പ് ചെയ്യാം. അപ്പം നിങ്ങൾ ടോട്ടൽ നിങ്ങൾക്ക് പോകുന്നത് എത്ര മാർക്കാണ്? 5 മാർക്കാണ് നിങ്ങൾക്ക് ആകെ പോകുന്നത്. അപ്പോഴും നിങ്ങൾക്ക് എന്ത് വേണം? 75 മാർക്ക്
എന്നുള്ളതാണ് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇനി ജോഗ്രഫിയിൽ നിന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 മാർക്കിൻ്റെ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 2-3 ചാപ്റ്റർ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് ഒരു സ്കിപ്പിംഗ് വരുന്നത്. പക്ഷേ നമ്മൾ സോഷ്യൽ സയൻസിൽ സ്കിപ്പിംഗ് എന്ന് പറയുന്നത് മക്കളെ ശരിക്കും നമ്മളൊരു ഗാംബ്ലിംഗ് ആണ്. നമ്മളൊരു പന്തയം വെക്കുന്ന പോലെയാണ്. ഗവൺമെൻറ് ഒഫീഷ്യൽ വെയിറ്റേജ് ഇങ്ങനെ തന്നിട്ടുണ്ട് എങ്കിലും അവർക്ക് വേണേലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പം ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, ചിലപ്പോൾ ഈ 3 മാർക്കിൻ്റെ ചോദ്യത്തിൽ നിന്ന് 5 മാർക്കിന് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ദിസ് ഈസ് പ്യുവർലി ഒരു ഗാംബ്ലിംഗ് ആണ്. അപ്പോൾ എൻ്റെ ഒപ്പീനിയനിൽ മക്കൾ എല്ലാ ചാപ്റ്ററും പഠിച്ചിട്ട് പോകണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ ഹ്യൂമനിസം അല്ലെങ്കിൽ മാനവികത എന്ന് പറയുന്ന ചാപ്റ്ററിന് 6 മാർക്കിൻ്റെ ചോദ്യം ആയിരിക്കില്ല വരുന്നത്. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമല്ലോ. ഒന്നുകിൽ 1 മാർക്കിൻ്റെ ഒരു 1 വേർഡും അതുപോലെ 5 മാർക്കിൻ്റെ ഒരു എസ് ആയിരിക്കും, അല്ലെങ്കിൽ 2+4 അല്ലെങ്കിൽ 3+3 അങ്ങനെയുള്ള പല ഡിഫറെൻറ്റ് മോഡിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ എല്ലാ ചാപ്റ്ററും നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടും? സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. വേണമെന്നുണ്ടെങ്കിൽ വളരെ മാർക്ക് കുറഞ്ഞ 2 മാർക്കിൻ്റെ ചാപ്റ്റേഴ്സ് ഹിസ്റ്ററിയിൽ നിന്നും ജോഗ്രഫിയിൽ നിന്നും ഓരോന്ന് സ്കിപ്പ് ചെയ്തോളൂ. പക്ഷേ അല്ലാണ്ട് വലിയ മാർക്കിൻ്റെ ചാപ്റ്റേഴ്സ് ഒന്നും സ്കിപ്പ് ചെയ്യരുത് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ബാക്കി ഇനി നിങ്ങൾ പഠിക്കുന്ന അനുസരിച്ച് നിങ്ങളെ കൊണ്ട് എത്ര പഠിച്ചാലും ഇപ്പോൾ ഒരു ചാപ്റ്റർ ഹിസ്റ്ററിയിൽ ഒരു ചാപ്റ്റർ ബുദ്ധിമുട്ടാണ് എങ്കിൽ ഓക്കെ, അതിന് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പക്ഷേ പഠിക്കുന്നത് വൃത്തിക്ക് പഠിച്ചു പോകണം. അതിന് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും എന്ന രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മുടെ ജോഗ്രഫിയിലുള്ളത് നോക്കുവാണല്ലോ. ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ വെതർ ആൻഡ് ക്ലൈമറ്റ്, ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 6 മാർക്കിന് ചോദിക്കുന്നുണ്ട്. ക്ലൈമാറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 6 മാർക്കുണ്ട്. ഫ്രം ദ റെയിനി ഫോറസ്റ്റ് ടു ദ ലാൻഡ് ഓഫ് പെർമാഫ്രോസ്റ്റ്, മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിന് 3 മാർക്കാണുള്ളത്. കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ, ഉപഭോക്താവ് അവകാശങ്ങളും സംരക്ഷണങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്കാണ്? 4 മാർക്കാണ്. മണി ആൻഡ് എക്കോണമി അല്ലെങ്കിൽ പണവും സമ്പദ് വ്യവസ്ഥയും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വീണ്ടും 6 മാർക്കുണ്ട്. ദ ചേഞ്ചിങ് എർത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന്, മാറുന്ന ഭൂമി എന്ന ചാപ്റ്ററിൽ നിന്ന് 6 മാർക്കാണ്. ഇന്ത്യൻ എക്കോണമി ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർച്ചയും പരിവർത്തനവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്കാ മക്കളെ? 5 മാർക്കാണ്. ടുവാർഡ്സ് സസ്റ്റൈനബിലിറ്റി, സുസ്ഥിരതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും 4 മാർക്കാണ്. അപ്പോൾ നമ്മൾ ജോഗ്രഫി അനലൈസ് ചെയ്യുന്ന സമയത്ത് എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണല്ലേ. ആകെ ഒരു ഒറ്റ ചാപ്റ്റർ ഫ്രം ദ റൈനി ഫോറസ്റ്റ് ടു ദ ലാൻഡ് ഓഫ് പെർമാഫ്രോസ്റ്റ്, മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മാത്രമാണ് ഒരു 3 മാർക്ക്. ബാക്കി എല്ലാം എന്താണ്? 4, 5, 6 മാർക്കുകളാണ്. അപ്പോൾ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, ഇഫ് യു വാണ്ട് ടു സ്കിപ്പ്, ഈ ഒരൊറ്റ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാം. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഹിസ്റ്ററിയിലുള്ള ഈ ഒരു ചാപ്റ്റർ സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സാമൂഹിക വിശകലനം സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സ്കിപ്പ് ചെയ്യാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കി 72 മാർക്സ് എന്തായാലും എനിക്ക് എഴുതി കിട്ടും എന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം എന്തുകൂടെ സ്കിപ്പ് ചെയ്യാം? നോ ദ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം, അതായത് ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ അറിയാം എന്ന് പറയുന്നതും സ്കിപ്പ് ചെയ്യാം. അപ്പോൾ എത്ര മാർക്ക്? ഹിസ്റ്ററിയിൽ 5 മാർക്കും നമ്മുടെ ജോഗ്രഫിയിലെ 3 മാർക്കിൻ്റെ, അപ്പോൾ 8 മാർക്കാണ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത്. ബാക്കി 72 യു ഹാവ് ടു ഗെറ്റ് ദാറ്റ് 72 മാർക്സ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല? 72 മാർക്സ് ലോസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഈ ഒരു വെയിറ്റേജ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. സ്കിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്നത് എന്താണ്? നമ്മളൊരു റിസ്ക് ആണ് എടുക്കുന്നത്. അതിന് പകരം നമുക്കിനി സമയമുണ്ട്, സമയമുള്ള രീതിയിൽ, അതായത് നമുക്ക് എക്സാമിനിടയിലും നമുക്ക് അത്യാവശ്യം ലീവ് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യാം? നന്നായിട്ട് നമ്മുടെ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് 72 എബോവ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ സയൻസിൽ പറ്റും. അപ്പോൾ സോഷ്യൽ സയൻസിലുള്ള കുറച്ച് സ്ട്രാറ്റജീസ് ഒക്കെ ഞാനിനി അടുത്തൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കുക.